ഒരു ദിവസം അന്ന് വൈകുന്നേരം എന്നെ ചിന്തിപ്പിച്ച ഒരു ദിവസമായിരുന്നു. കാരണം ഉച്ചയ്ക്ക് മുൻപേ എൻ്റെ ക്ലിനിക്കിൽ വന്ന 3 അനുഭവങ്ങളാണ് അതിന് കാരണം. അനുഭവസ്ഥരുടെ സമ്മതത്തോടു കൂടിയിട്ട് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ അത് പങ്കുവെക്കുകയാണ്. പൂർണ്ണമായും അവരുടെ അനുമതിയോട് കൂടിയിട്ട് നിങ്ങളോട് ആ 3 കേസുകളും ഞാൻ പങ്കുവെക്കാൻ പോവുകയാണ്. അന്ന് രാവിലെ ഒരു അധ്യാപിക ടീച്ചറാണ് ക്ലിനിക്കിൽ വന്നത്. അവർക്ക് 50 വയസ്സാണുള്ളത്. പക്ഷേ അവർ ജോലിയിൽ നിന്ന് വിരമിച്ചിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഞാൻ ചോദിച്ചു, 56ാമത്തെ വയസ്സിലാണല്ലോ കേരള ഗവൺമെൻറ് റിട്ടയർമെൻറ്റ് ഏജ് എന്ന് പറയുന്നത് 56 വയസ്സാണ്. പക്ഷേ ഇവർ 50 വയസ്സായപ്പോൾ തന്നെ റിട്ടയർഡ് ആയിട്ടുണ്ട്, വോളണ്ടറി റിട്ടയർമെൻറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഒന്ന് ചോദിച്ചു, എന്തുകൊണ്ടാണ് 6 വർഷങ്ങൾ കൂടെ ഉണ്ടല്ലോ നിങ്ങൾക്ക് റിട്ടയർഡ് ആവാൻ, എന്തുകൊണ്ടാണ് നേരത്തെ റിട്ടയർമെൻറ്റ് വാങ്ങിച്ചത്? ആ ഉമ്മ, ആ ടീച്ചർ എന്നോട് പറഞ്ഞു, ടീച്ചറുടെ മകളുമായി ബന്ധപ്പെട്ട ഒരു വലിയ കഥയാണ് അവർ മുൻപിൽ പങ്കുവെച്ചത്. ഒറ്റ മകളാണ് അവർക്കുള്ളത്. 2 പേരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ്. ആ ഉമ്മയും ഉപ്പയും അവർക്ക് ഓരോ മാസവും ലഭിക്കുന്ന ഓരോ നാണയത്തുണ്ടും ഈ മകൾക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ്. അവളുടെ പഠനത്തിന് വേണ്ടി, അവളുടെ ഭാവി ജീവിതം മനോഹരമാക്കാൻ വേണ്ടി സ്വന്തം ചെലവഴിക്കാതെ മകൾക്ക് വേണ്ടിയിട്ട് പൂർണ്ണമായും മാറ്റിവെക്കുകയാണ്. മകളാണെങ്കിൽ പാഠ്യേതര വിഷയങ്ങളിൽ മിടുക്കിയാണ്. മത്സരിച്ച എല്ലാ മത്സരങ്ങളിലും 1ാം സ്ഥാനം കരസ്ഥമാക്കി വളർന്നു വന്ന ഒരു മിടുക്കിയായ പെൺകുട്ടി. അങ്ങനെ കേരളത്തിലെ പഠനമൊക്കെ അവസാനിപ്പിക്കേണ്ട സമയമായി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു യൂണിവേഴ്സിറ്റിയിൽ തുടർ പഠനത്തിന് യോഗ്യത ലഭിച്ച് അവൾ പോവാണ്. അങ്ങനെ ആ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു തുടങ്ങി. 6 വർഷത്തെ കോഴ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1.5 വർഷം കൂടെ കോഴ്സ് പൂർത്തിയാക്കാൻ ബാക്കിയിരിക്കെ ഒരു ദിവസം പതിവ് പോലെ ഉമ്മയെ വിളിച്ച സമയത്ത് മോള് പറയുകയാണ്, അവൾക്ക് ഉള്ളിലുള്ള ഒരു പ്രണയത്തെക്കുറിച്ച്. അവൾക്ക് ഒരാളെ ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. ഉമ്മ മകളെക്കുറിച്ച് കണ്ടുകൂട്ടിയ സ്വപ്നങ്ങളും കിനാവുകളും ഒക്കെ ഉള്ളിലൊതുക്കി മകളെ ചേർത്ത് പിടിച്ചിട്ട് മോളോട് പറയാണ്, സാരല്ല, നമ്മുടെ വിശ്വാസത്തിനും നമ്മുടെ ആദർശത്തിനും നമ്മുടെ ചിന്തയ്ക്കും നമ്മുടെ ജീവിത രീതിക്കുമൊക്കെ അനുയോജ്യമായ ഒരാളാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ആലോചിക്കാം. തീർച്ചയായിട്ടും ഉമ്മയിപ്പയും മോളെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് മോളെ. മനോഹരമായ 1.5 വർഷങ്ങൾ കൂടി കടന്നുപോയി. കോഴ്സെല്ലാം പൂർത്തിയാക്കി മോള് നാട്ടിലേക്ക് വരുന്ന ദിവസം. കുട്ടികൾ ഹോസ്റ്റലിൽ വരുമ്പോൾ നമുക്കൊക്കെ ഒരു ഒരുക്കുണ്ടാവും അല്ലേ? ഇല്ലേ? ഇവിടെ ആർക്കും കുട്ടികളൊന്നും ഇല്ലയെന്ന് തോന്നണം. മക്കളൊക്കെ ഹോസ്റ്റലിൽ നിന്ന് വരുമ്പോഴേ നമുക്കൊക്കെ ഒരു ഒരുക്കുണ്ടല്ലോ. അപ്പം ഞാനൊക്കെ അനുഭവിക്കുന്നതാണ്. കോളേജിൽ നിന്നൊക്കെ വീട്ടിലേക്ക് വരുമ്പോൾ ഉമ്മയാണെങ്കിലും അമ്മായിമ്മയാണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി ചിലപ്പോൾ ഒരുക്കി വെക്കും. ഇത് കുട്ടിയെ കുറേ ദിവസമായി കാണുന്നതിൻ്റെ ഇഷ്ടവും സ്നേഹമൊക്കെ പ്രകടിപ്പിക്കുകയാണ്. ആ ഉമ്മയും അതുപോലെ മകളെ കാത്തിരിക്കുകയാണ്. കുറേയേറെ ഭക്ഷണങ്ങളും ഒക്കെ ഇഷ്ടമുള്ള കടികളൊക്കെ ഉണ്ടാക്കിയിട്ട് മോളെ കാത്തിരിക്കുക. അങ്ങനെ മോള് കയറി വന്നപ്പോൾ, മോളെ കണ്ടു കഴിഞ്ഞപ്പോൾ ആ ഉമ്മാൻ്റെ സന്തോഷം കുറച്ചും കൂടെ കൂടി. കാരണം മോളുടെ കൂടെ അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരി, അവളുടെ റൂമിൽ കഴിഞ്ഞ 5.5-6 വർഷം അവളുടെ കൂടെ ഉണ്ടായിരുന്ന അവളുടെ കൂട്ടുകാരി കൂടി മോളുടെ കൂടെ ഉണ്ട്. അപ്പം ഉമ്മ ഉണ്ടാക്കിയ ഭക്ഷണങ്ങളൊക്കെ അവൾക്ക് കൂടി കഴിക്കാലോ, ഈ കൂട്ടുകാരിക്കും കൂടെ കഴിക്കാലോ എന്നുള്ള സന്തോഷത്തിലാണ് ഉമ്മ ഇരിക്കുന്നത്. ഇത് 2 പേരും സ്വീകരിച്ചു. തീന്മേശയിലിരുത്തി ഉമ്മ ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ വിളമ്പിക്കൊടുത്ത് സന്തോഷത്തോടെ അവർ 2 പേരും കഴിക്കുക. ഉമ്മയുപ്പയൊക്കെ കൂടെ ഉണ്ട്. പക്ഷേ ഭക്ഷണം കഴിക്കുമ്പോഴും ഉമ്മ ശ്രദ്ധിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. പക്ഷം മോളുടെ മുഖത്ത് കാണാനില്ല. ഉമ്മക്ക് കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മോളുടെ അരികിൽ ചെന്നിരുന്ന് ചേർത്ത് പിടിച്ചിട്ട് അവളോട് ചോദിക്കുക, എന്താ അമ്മാൻ്റെ കുട്ടിക്ക് എന്താ പ്രശ്നം, എന്തോ ഒരു വിഷമം ഉണ്ടല്ലോ, എന്തോ ഒരു സങ്കടം ഉണ്ടെന്ന് ഉമ്മക്ക് മനസ്സിലായി. ഉമ്മാനെ കെട്ടിപ്പിടിച്ചിട്ട് അവൾ പറഞ്ഞു, ഉമ്മ ഞാൻ പറഞ്ഞിരുന്നല്ലോ 1.5 വർഷം മുമ്പേ എനിക്കൊരാളെ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ അയാളെ കല്യാണം കഴിച്ചിട്ടുണ്ട്. മാത്രമല്ല കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഞാൻ അയാളുടെ കൂടെയാണ് ജീവിക്കണത് എന്ന്. നെയ്ത് കൂട്ടിയ എല്ലാ സ്വപ്നങ്ങളും എല്ലാ കിനാവുകളും അവളുടെ കല്യാണത്തിന് വേണ്ടി ഒരുക്കി കൂട്ടി വെച്ച എല്ലാം ഒരു നിമിഷം കൊണ്ട് ഉടയപ്പെടുകയാണ് ചെയ്തത്. പക്ഷെ അതൊക്കെ മനസ്സിലൊതുക്കിയിട്ട് ഒരു കണ്ണുനീർ തുള്ളി കൊണ്ട് പോലും മകളോട് അത് പ്രകടിപ്പിക്കാതെ വീണ്ടും മോളെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ പറയാണ്, സാരില്ല, ഉമ്മ ഉണ്ടല്ലോ കൂടെ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഓനെ വിളിക്ക്, ഓൻ നിന്റെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ നീ അവനെ വിളിച്ചോ, നമുക്ക് വീട്ടിലേക്ക് വരാൻ പറ, നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാം. മടിച്ചിരിക്കാതെ അവനെ വിളിക്ക് എന്ന് ചേർത്ത് പിടിച്ച് പറഞ്ഞ ആ ഉമ്മയുടെ മാറത്ത് ചാഞ്ഞു കിടന്നിട്ട് മോള് പറയാണ്, ഉമ്മ ഞാൻ കല്യാണം കഴിച്ചത് മറ്റാരെയല്ല, കഴിഞ്ഞ 5.5 വർഷം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഈ കൂട്ടുകാരിയെയാണ്.
എൻ്റെ റൂമിലുണ്ടായിരുന്ന എൻ്റെ പ്രിയപ്പെട്ട ഈ കൂട്ടുകാരിയെയാണ് ഞാൻ കല്യാണം കഴിച്ചത് എന്ന്. ആ നിമിഷം വരെ ഓരോ നാണയത്തുണ്ടും മകൾക്ക് വേണ്ടി മാറ്റിവെച്ച ഉമ്മയും ഉപ്പയും അതോടെ ഇനി എന്തിനു ജോലി എന്ന ചിന്തയിലേക്ക് എത്തുകയും ജോലി രാജിവെച്ച് പണവും സമ്പാദ്യവും മുഴുവൻ ഒരു അനാഥാലയത്തിന് വേണ്ടി മാറ്റിവെച്ച് അവർ രണ്ടുപേരും ഒരു അഗതി മന്ദിരത്തിൽ താമസിക്കുകയാണ്. അവിടെയുള്ള മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട പ്രായമായ കുറേ ഉമ്മമാരും ഉപ്പമാരും ഒക്കെ ഉണ്ട്. അവരെയൊക്കെ പരിചരിച്ച് ആ അഗതി മന്ദിരത്തിൽ ശിഷ്ടകാലം കഴിച്ചു കൂട്ടാൻ ഒരുങ്ങുമ്പോൾ അത് ഒരു കേസായി അവിടെ അവസാനിക്കുകയല്ല ചെയ്തത്. ആ മോളുമായി സംസാരിക്കാനുള്ള അവസരം ലഭിച്ചു. ഉമ്മയുടെ ഫോണിൽ നിന്ന് ഉമ്മ വിളിച്ചു തരികയാണ്. പ്രതീക്ഷയൊന്നും ഇല്ല എങ്കിൽ കൂടി ഒരു ശ്രമം എന്ന രൂപേണ ഫോണിൽ സംസാരിച്ചപ്പോൾ ആ മോള് പറഞ്ഞ ഒരു വാക്കാണ് ഹൃദയത്തിൽ കൊണ്ടത്. ഡോക്ടറെ, ഇതൊക്കെ ഓരോ മനുഷ്യരുടെയും സ്വാതന്ത്ര്യമല്ലേ? ഓരോ മനുഷ്യൻ്റെയും ഇഷ്ടമല്ലേ? എൻ്റെ ഇഷ്ടം, എൻ്റെ ആഗ്രഹം എന്തിനാണ് ഞാൻ എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്? ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി ഇല്ലായ്മ ചെയ്യുന്നത് എന്നതായിരുന്നു ആ കുട്ടിയുടെ ചോദ്യം.